ഓക്കെ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷമൊക്കെ? മാജിക് മോർണിംഗ്. സുഖം സുഖാണോ എല്ലാവർക്കും? സുഖം സുഖം. ഓക്കെ, ഗുഡ്, ഫൈൻ. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാലോ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? യെസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഞങ്ങൾക്കറിയാം ബുക്ക് റിവ്യൂ ആണ് നോർമലി ഉണ്ടാവാറ്. അല്ലാതെ ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മുടെ നൗഫൽ സാറിന്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു സെഷൻ തന്നെ ആയിരിക്കും നൗഫൽ സാറിന്റെ. ഓൾറെഡി ഇതിന്റെ എനിക്ക് തോന്നുന്നു ഒരു 3 പാട്ടെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോണിലെ ആ ഒരു ബുക്കിനെ കുറിച്ചിട്ടാണ് നൗഫൽ സാർ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നും നമുക്ക് ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട് തന്നെയാണ് നൗഫൽ സാർ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നൗഫൽ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. നൗഫൽ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സുധാമ. താങ്ക് യു ബിമാജി. ആദ്യം വേണ്ടി നന്ദി പറയാണ് ബിമാജിക്കിനോട്. കാരണം ഇത്രയും വലിയ അവസരങ്ങൾ തന്നതിന്, വായിച്ച പുസ്തകങ്ങൾ വീണ്ടും വായിക്കാനുള്ള പ്രേരണ തന്നതിന് താങ്ക് യു. അതുപോലെ തന്നെ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും. ഇതിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പറയാനുള്ളത് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, ജോർജ് ക്ലാസ് എന്നുള്ള ഒരാളുടെ പുസ്തകമാണ്. ഇതിന്റെ 4ാമത്തെ പാർട്ടായിട്ടാണ് നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് മുമ്പ് പറഞ്ഞ 2 പോയിന്റ്സ് വീണ്ടും ഒന്നുകൂടി കേൾക്കാത്തവർക്കായിട്ട് പറയാണ്. അതായത് നമ്മളെ വരുമാനത്തിന്റെ 10% നമ്മൾ മാറ്റി വെക്കണം എന്നാണ്, അല്ലെ 10ൽ കുറയാതെ മാറ്റി വെക്കണം എന്നുള്ളതാണ് ഒന്നാമത്തത്. അതായത് കൂലി കിട്ടുന്നവരാണെങ്കിൽ ദിവസം ഒരു 1000 രൂപ കിട്ടുകയാണെങ്കിൽ 100 രൂപ മാറ്റി വെക്കുക. പിന്നെ അതേപോലെ മാസത്തിൽ സാലറി ഉള്ളതിൽ അതിന്റെ 10% മാറ്റി വെക്കുക. അതുപോലെ തന്നെ ആ മാറ്റി വെച്ച തുക നമ്മൾ എന്താക്കുക, പർച്ചേസിന്, ഡ്രസ്സ് വാങ്ങാൻ, ചെരുപ്പ് വാങ്ങാൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അത് വേറെ ഏതെങ്കിലും ഒരു നല്ല ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമുക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ആ ഒരു തുകയായിട്ട് അതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് എടുക്കുകയാണ്. സമ്പാദിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാരും? കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന്റെ മേലെയായി നമ്മൾ ഇതിന്റെ ഈ അധ്യായം തുടങ്ങിയിട്ട് പുസ്തകത്തിന്റെ. അപ്പോ ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും ഒരു തുക മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ റീഡിങ് തുടരുകയാണ്. താങ്ക് യു. എന്റെ ശിഷ്യരെ, ശോഷിച്ച പണസഞ്ചിക്കുള്ള ഏറ്റവും നിർണായകമായ ചികിത്സകളിൽ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത് സമ്പത്തിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളെ കുറിച്ചാണ്. എന്റെ മുന്നിൽ വ്യത്യസ്ത നിറങ്ങളുള്ള, വ്യത്യസ്ത ഉടുപ്പുകളുടെ കീഴിലുള്ള മനുഷ്യരെ കുറിച്ചാണ്. മനുഷ്യരുടെ മനസ്സിലും ജീവിതത്തിലും സ്വന്തം വിജയത്തിനും വേണ്ടിയോ അതിനെതിരായോ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് എന്റെ വിഷയം. 7ാമത്തെ ദിവസം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ക്ലാസ്സിനെ അർക്കാഡ് അഭിസംബോധന ചെയ്തു. അപ്പോ അർക്കാഡാണ് ഈ ബാബിലോണിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുത്തെ രാജാവ് പറഞ്ഞതിനനുസരിച്ച് കുറച്ച് കാലം മുമ്പ് പണം കടം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തൊരു യുവാവ് വന്നു. അയാളുടെ ആവശ്യത്തിന്റെ കാരണം എന്താണെന്ന് തിരക്കിയപ്പോൾ തന്റെ സമ്പാദ്യം ചിലവുകൾക്ക് തികയുന്നില്ല എന്ന് അയാൾ പരാതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പണം കടം കൊടുക്കുന്നവന് ഇടപാട് നടത്താൻ പറ്റിയ ആളല്ല അയാളെന്ന് ഞാൻ ആ യുവാവിനോട് പറഞ്ഞു. കാരണം വായ്പ തിരിച്ചെടുക്കാനുള്ള മിച്ച സമ്പാദ്യം നേടാൻ അയാൾക്ക് കഴിവില്ലല്ലോ. ചെറുപ്പക്കാരാ, നിങ്ങൾ വേണ്ടത് കൂടുതൽ നാണയങ്ങൾ സമ്പാദിക്കുക എന്നതാണ് ഞാൻ അയാളോട് പറഞ്ഞു. നിങ്ങളുടെ സമ്പാദന ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എന്തു ചെയ്യും? എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാം, അയാൾ മറുപടി പറഞ്ഞു. 2 മാസത്തിൽ 6 തവണ ഞാൻ എൻ്റെ മുതലാളിയെ സമീപിച്ച് എൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു, പക്ഷെ വിജയിച്ചില്ല. അതിനേക്കാൾ കൂടുതൽ അഭ്യർത്ഥിക്കാൻ ഒരാൾക്ക് കഴിവില്ലല്ലോ. ആ ചെറുപ്പക്കാരന്റെ ശുദ്ധഗതി കണ്ട് നമുക്ക് ചിരിക്കാം, പക്ഷെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനായി ആവശ്യം വേണ്ട ഉപാധികളിലൊന്നും അയാളുടെ പക്കലുണ്ട്.
അയാളുടെ ഉള്ളിൽ കൂടുതൽ സമ്പാദിക്കണമെന്ന കടുത്ത ആഗ്രഹമുണ്ട്. ശരിയായതും സുദൃഢമായതുമായ ആഗ്രഹമാണത്. ആഗ്രഹമാണ് നേട്ടത്തിന്റെ മുൻഗാമിയാവേണ്ടത്. അപ്പൊ നേട്ടത്തിന്റെ മുൻഗാമിയാവേണ്ടത് എന്താണ്? ആഗ്രഹം. അപ്പോ ആഗ്രഹമാണ് നേട്ടത്തിന്റെ മുൻഗാമിയാണ്. നിങ്ങളുടെ ആഗ്രഹം ശക്തവും സുനിശ്ചിതവുമാവണം. പൊതുവായ ആഗ്രഹങ്ങൾ വെറും ദുർബലമായ ആശയങ്ങളാണ്. ധനികനാകണമെന്ന് ഒരാൾ ആശിക്കുന്നതിൽ ഒരു ഉന്നവുമില്ല. എന്നാൽ 5 സ്വർണ്ണ നാണയം ഉണ്ടാക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അതൊരു സുയുക്തമായ ആഗ്രഹമാണ്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ അയാൾക്ക് സ്വയം നിർബന്ധിക്കാൻ കഴിയും. 5 സ്വർണ്ണനാണയങ്ങൾ നേടുവാനുള്ള അയാളുടെ ആഗ്രഹത്തെ അത് നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൊണ്ട് അയാൾ പിന്തുണച്ചാൽ പിന്നാലെ 10 നാണയങ്ങളും തുടർന്ന് 20 നാണയങ്ങളും പിന്നീട് 1000 നാണയങ്ങളും നേടിയെടുക്കാനുള്ള സമാനമായ വഴികൾ അയാൾ കണ്ടെത്തും. നോക്കൂ, അയാൾ സമ്പന്നനായി കഴിഞ്ഞിരുന്നു. ഒരു സുനിശ്ചിതമായ ചെറിയ ആഗ്രഹം സഫലീകരിക്കാൻ പഠിക്കുന്നതിലൂടെ ഒരു വലിയ ആഗ്രഹം സഫലീകരിക്കാൻ അയാൾ സ്വയം പരിശീലിപ്പിച്ചു. സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയ ഇതാണ്. ആദ്യം ചെറിയ തുകകളിൽ തുടങ്ങുന്നു, പിന്നീട് പഠിച്ച് കൂടുതൽ പ്രാപ്തരാക്കാൻ വലിയ തുകകളിലേക്ക് മാറുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല്, നമുക്കെല്ലാവർക്കും സമ്പന്നനാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എന്താണ് നമ്മൾ ലക്ഷ്യം എന്ന് വെച്ചാൽ, ചില ആളുകൾ പറയും മില്ലീനിയർ ആവണം, അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കണം. പക്ഷെ അതൊന്നും ശരിക്കും ഒരു ലക്ഷ്യമല്ല എന്ന് പറഞ്ഞു. ഈ സ്വർണ്ണനാണയം എന്ന് പറയുന്നത് നമ്മൾ എന്താക്കണം, അവരെ കേൾക്കുമ്പോൾ അത് അത്ര പഴക്കമുള്ള ബുക്കായത് കൊണ്ടാണ് നമ്മൾ ഒരു പണമായിട്ട് കാണണം ഇതിനെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു മാസം അതിനൊരു കറക്റ്റ് ക്ലാരിറ്റി വേണം. അപ്പൊ പല ക്ലാസ്സിലും കേട്ടത് ഒരു 5 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കണം ആ 2026 ആകുമ്പോഴേക്കും. അതൊരു ലക്ഷ്യമാണ്. അത് നമ്മൾ വലിയ സമ്പന്നനാവണം എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല, ഒരു ക്ലാരിറ്റി ഉള്ള ലക്ഷ്യമല്ല. അപ്പൊ ഒരു 5 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മന്ത്ലി എത്ര സമ്പാദിക്കണം, ഡെയിലി എത്ര സമ്പാദിക്കണം, മന്ത്ലി നമുക്ക് ഇത്ര രൂപ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എഴുതി വെക്കണം. എത്ര രൂപ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, അതാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞത്. നമുക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം ലക്ഷ്യങ്ങൾക്ക്, എത്ര തുക ഉണ്ടാക്കും എന്നുള്ളതിൽ. എന്നാലേ നമ്മളെ ലക്ഷ്യം പൂർണ്ണമാവുള്ളൂ എന്നാണ് അദ്ദേഹത്തിൽ പറയുന്നത്. അതേപോലെ ആഗ്രഹങ്ങൾ ലളിതവും സുനിശ്ചിതവുമായിരിക്കണം. നേടിയെടുക്കാൻ പറ്റാത്ത വിധം വളരെയധികം ഉയർന്നതും ഒരാളുടെ പരിശീലനത്തിനപ്പുറം ആഗ്രഹങ്ങൾ അവർ സ്വന്തം ലക്ഷ്യത്തെ തന്നെ പരാജയപ്പെടുത്തുന്നു. അതായത് നമുക്ക് പരിമിതികൾ ഉണ്ടാവും. ആ പരിമിതികൾ വെച്ചിട്ട് ലക്ഷ്യങ്ങളായിരിക്കണം. അതിൽ കുറച്ചൊന്ന് ഉയർത്താം. ഒരു 5 ലക്ഷമാണ് ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ മാക്സിമം നമുക്കൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമുക്കൊരു ലക്ഷ്യമായിട്ട് എടുത്ത് അതിനുവേണ്ടി പ്രയത്നിക്കാൻ ശ്രമിക്കുക. ഒരു ടീമായിട്ടൊക്കെ പ്രവർത്തിച്ച് അതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അല്ലാതെ എനിക്കൊരു 25 കോടി വേണം എന്നുള്ളത് ഒരു സ്വപ്നം കണ്ട് അത് വിഷൻ ബോർഡ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കാതെ എന്നൊരു കാര്യം, അത് സ്വയം നമുക്ക് എന്താകും, മടുപ്പ് വരും. 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അത് നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക, പിന്മാറും. നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും അല്ലെ അതിനോട് അടുത്തുള്ളതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ നിന്ന് മനസ്സിലായത് കേട്ടോ. ഒരു മനുഷ്യൻ അയാളുടെ തൊഴിൽ സ്വയം പരിപൂർണമാകുമ്പോൾ അയാളുടെ സമ്പാദിക്കാനുള്ള കഴിവും അതുപോലെ വർദ്ധിക്കുന്നു. കുറച്ച് ചെമ്പു നാണയങ്ങൾക്ക് വേണ്ടി കളിമൺ ഫലകത്തിൽ കൊത്തി എഴുതിക്കൊണ്ടിരുന്ന ഒരു എളിയ എഴുത്തുകാരനായിരുന്നു ഞാൻ. ആ കാലത്ത് മറ്റു തൊഴിലാളികൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണി ചെയ്ത് കൂടുതൽ കൂലി നേടുന്നത് ഞാൻ മനസ്സിലാക്കി. ആരും എന്നേക്കാൾ കവിയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. മാത്രവുമല്ല, അവരുടെ വലിയ വിജയത്തിന്റെ കാരണം എന്തെന്ന് കണ്ടെത്താൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. നോക്കൂ, എന്റെ തൊഴിലിൽ കൂടുതൽ താല്പര്യവും എന്റെ ബുദ്ധിമുട്ടിൽ കൂടുതൽ ഏകാഗ്രതയും എന്റെ പരിശ്രമത്തിൽ കൂടുതൽ നിഷ്ഠയും വന്നതോടെ എന്നേക്കാൾ കൂടുതൽ ഒരു ദിവസം ഫലകത്തിൽ കൊത്തി എഴുതുന്ന വേറൊരാളും ഇല്ല എന്ന് വന്നു. അധികം വൈകാതെ എന്റെ വർദ്ധിച്ച വൈദഗ്ധ്യത്തിന് തക്കമായ പ്രതിഫലം കിട്ടി. അംഗീകാരം അപേക്ഷിക്കാൻ എന്റെ മേധാവിയോട് അടുത്ത 6 തവണ പോകേണ്ട ആവശ്യം എനിക്കുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, അദ്ദേഹം ചെയ്ത തൊഴില് അദ്ദേഹത്തിന്റെ മേഖലകളിലുള്ള എല്ലാവരാട്ടിലും ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹം സമയപരിധി ഇല്ലാതെ അതിനുവേണ്ടി പ്രയത്നിച്ചു. അദ്ദേഹം ഒന്നാമനായി. അതാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. കൂടുതൽ നിപുണത നേടുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. തന്റെ തൊഴിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നയാൾക്ക് സമൃദ്ധമായ പ്രതിഫലം കിട്ടും. അയാൾ ഒരു തൊഴിലാണെങ്കിൽ അയാൾക്ക് ആ രംഗത്തെ ഏറ്റവും വൈദ്യമുള്ള പണിയായുധങ്ങൾ രീതികളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. അയാൾ നിയമരംഗത്തോ ചികിത്സാ രംഗത്തോ പ്രവർത്തിക്കുകയാണെങ്കിൽ അതേ രംഗത്തുള്ള മറ്റുള്ളവരുടെ ഉപദേശം ആരായം.
അറിവ് വിനിമയം ചെയ്യാം. അയാൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ കുറഞ്ഞ വിലക്ക് വാങ്ങാൻ കഴിയുന്ന നല്ല സാധനങ്ങൾ നിരന്തരം അന്വേഷിക്കാം. അപ്പോ അതേ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഏത് മേഖലയിലാണ് ഉള്ളത് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കാര്യം തന്നെ പറയാം. ഞാൻ ചെറിയ രീതിയിൽ ഡിസ്പോസിബിൾ ഐറ്റംസ് ഒക്കെ ഹോൾസെയിൽ ചെയ്യുന്ന ആളായിരുന്നു. വലിയങ്ങാടിയിൽ നിന്നും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടറുകളിൽ നിന്നൊക്കെ ആയിരുന്നു മുമ്പ് എടുത്തിരുന്ന സാധനം. അപ്പോ അത് കൂടുതൽ മെച്ചപ്പെടുക, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് ഈ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തത് കൊണ്ട് എനിക്കൊരു മിനിമം പ്രോഫിറ്റിൽ കൂടുതൽ വിൽക്കാൻ പറ്റുന്നില്ല. കാരണം മാർക്കറ്റ് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ലെവലിലേക്ക് ചിന്തിച്ചു. അങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തിരഞ്ഞു. വാങ്ങുന്ന സാധനത്തിന്റെ ലേബലിലൊക്കെ ഇതിന്റെ അഡ്രസ് ഉണ്ടാവും. അങ്ങനെ വലിയ ദൂരമില്ലാത്ത സ്ഥലത്ത് ഇതിന്റെ മുരട് എന്ന് പറയില്ല നമ്മള്, ഒരു മരത്തിന്റെ മുരടാണ്. ഞാൻ മുരടിലേക്ക് എത്തി. ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോ എനിക്ക് എന്തായി, ഒരു 10% അധികം കിട്ടി. അപ്പൊ 10% എന്റെ ലാഭം അധികരിച്ചു. അതേപോലെ നമ്മളെ മേഖലകൾ എന്താക്കുക, നമ്മള് അത്രയും അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യന്റെ വ്യവഹാരങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും ചെയ്യും. കാരണം അവരെ ആശ്രയിക്കുന്ന രക്ഷാധികാരിയായ കൂടുതൽ നന്നായി സേവിക്കാൻ വേണ്ടി കുശാഗ്ര ബുദ്ധികളായ മനുഷ്യൻ കൂടുതൽ വൈഭവമുള്ള വൈദഗ്ധ്യം തേടുന്നു. നിരവധി കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ലാഭകരമായ അനുഭവങ്ങളിൽ സമ്പന്നമാക്കുന്നു. ഒരാൾ സ്വയം ബഹുമാനിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. തന്റെ കടബാധ്യതകൾ സാധ്യമായ കണിശതയോടെ അടിച്ചു തീർക്കണം. തനിക്ക് അടിച്ചു തീർക്കാൻ കഴിയാത്തത് വാങ്ങരുത്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. തന്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കണം. അങ്ങനെ വന്നാൽ അയാളെ കുറിച്ച് അവർ നല്ലത് ചിന്തിക്കുകയും പറയുകയും ചെയ്യും. ദൈവങ്ങൾ നേരത്തെ വിളിക്കുകയാണെങ്കിൽ തന്റെ സ്വത്തുക്കൾ ഉചിതവും മാന്യവുമായി ഭാഗിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വിൽപത്രം തയ്യാറാക്കി വെക്കണം. നിർഭാഗ്യത്തിന്റെ പകർത്താൽ പരിക്കേറ്റവരോട് അയാൾ അനുകമ്പ കാണിക്കണം. ന്യായമായ പരിധിക്കുള്ളിൽ അവരെ സഹായിക്കുകയും വേണം. തനിക്ക് പ്രിയപ്പെട്ടവരോട് ചിന്താശേഷിയുള്ള പ്രവർത്തികൾ ചെയ്യണം. അതിൽ പറഞ്ഞാൽ ലാസ്റ്റത്തെ പോയിന്റുകളോട് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുന്ന ഒരു നിർഭാഗ്യത്തിന്റെ പ്രകടനത്താൽ പരിക്കേറ്റവരോട് അയാൾ അനുകമ്പ കാണിക്കണം എന്നാണ്. അപ്പൊ വലിയ മില്ലീനിയേഴ്സ് ഒക്കെ നമുക്കറിയാം, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, ടാറ്റയെ പോലുള്ള ആളുകളൊക്കെ. അപ്പോ ഞാൻ മുമ്പ് ഒരു 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ഇതില് ഒരു ക്ലാസ് കേട്ടിരുന്നു. അന്ന് ചാരിറ്റിയെ കുറിച്ച് ക്ലാസ് കേട്ടത് കൊണ്ട് ഞാൻ ഇന്നും ചെയ്തു ഒരു കാര്യമുണ്ട്. എന്റെ സാലറിയിൽ നിന്നും 5% ഞാൻ ചാരിറ്റികൾക്ക് കൊടുക്കും. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ആളുകൾക്ക്, പിന്നെ ചിലപ്പോ ഹാൻഡികപ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ മുന്നിലേക്ക് വരും. ചിലപ്പോ നമ്മൾ പോകുന്ന പള്ളികൾ, അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഒക്കെ കൊടുക്കുന്നൊക്കെ ഒരു ചാരിറ്റിയുടെ മൈൻഡിൽ ചെയ്താൽ മതി. ഒരു 5% കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഒരു മെലിഞ്ഞ പണസഞ്ചിക്കുള്ള 7ാമത്തെയും അവസാനത്തെയും പ്രതീതി ഇതാണ്: നിങ്ങളുടെ സ്വന്തം ശക്തികൾ നട്ടുവളർത്തുക, പഠിച്ച് കൂടുതൽ വിവേകികളാവുക, കൂടുതൽ വൈദഗ്ധ്യമുള്ളവരായി തീരുക, ആത്മാഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരിഗണിച്ച ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യും. മെലിഞ്ഞ പണസഞ്ചികൾക്കുള്ള 7 ചികിത്സകൾ ഇവയാണ്. ദീർഘവും വിജയകരമായ വിജയത്തിന്റെ അനുഭവത്തിൽ നിന്നും സമ്പത്ത് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും ഈ രീതികൾ പിന്തുടരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ ശിഷ്യരെ, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ സമ്പത്ത് ബാബിലോണിലുണ്ട്. എല്ലാവരും വേണ്ട സമൃദ്ധിയും ഇവിടെയുണ്ട്. ഈ സത്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക. അങ്ങനെ നിങ്ങൾ അവകാശപ്പെട്ട അഭിവൃദ്ധി ഉണ്ടാവുകയും സമ്പന്നരാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താക്കുക, നമ്മൾ പ്രാവർത്തികമാക്കുക, ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും സമ്പന്നരാകും. പെട്ടെന്ന് ആവില്ല എന്നാണ്. ഇതിലിപ്പോ ഞാൻ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഭാഗ്യദേവതയെ കണ്ടെത്തുക എന്നുള്ളത്. അതായത് നമ്മൾ പണത്തെ കൊണ്ടുള്ള ബാഡ് ഹാബിറ്റ് ഒക്കെ, അത് ലോട്ടറി എടുക്കുന്നത്, ചൂതാട്ടം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അതിലൊരു പണം നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത അധ്യായം സ്വർണത്തിന്റെ പഞ്ചനിയമങ്ങൾ എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും പുതിയ ആളുകൾക്ക് മനസ്സിലാവാത്തതോ ക്ലാരിറ്റി ഇല്ലാത്തതോ പെട്ടെന്ന് വായിച്ചു പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറയാട്ടോ. ഇങ്ങോട്ട് പറയാം. മനസ്സിലാവുന്നവർക്കും പറയാം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് തുടർന്ന് വായിക്കാം. താങ്ക് യു. ഇതിൽ അടുത്ത അധ്യായത്തിൽ പറഞ്ഞ സ്വർണത്തിന്റെ പഞ്ചനിയമങ്ങൾ എന്നാണ്.
സ്വർണ്ണനാണയം നിറച്ച ഒരു സഞ്ചിയോ അറിവിന്റെ വാക്കുകൾ കൊത്തിയെഴുതിയ കളിമൺ ഫലകമോ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുക നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? അദ്ദേഹം പറഞ്ഞ നമുക്കൊരു പെട്ടി നിറയെ പണം കിട്ടിയാലോ അല്ലെങ്കിൽ ഒരുപാട് അറിവുകളുള്ള ഒരു സഞ്ചി കിട്ടിയാലോ നമ്മൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നതാണ് അദ്ദേഹം പിന്നെ മരുഭൂമിയിലേക്ക് ഒട്ടകങ്ങളുമായിട്ട് പോകുന്ന വേറൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ തൊഴിലാളികളോട് ചോദിക്കുകയാണ്. അപ്പൊ അവരെന്താ പറയുന്നത് നോക്കാം. നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ കാണുക. മരുഭൂമിയിലെ കുറ്റിച്ചെടികളുടെ തീയിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ ശ്രോതാക്കളുടെ വെയിൽ കൊണ്ട് കറുത്ത മുഖങ്ങൾ കൗതുകത്താൽ തിളങ്ങി. സ്വർണം സ്വർണം 27 പേരും ഒരുമിച്ച് പറഞ്ഞു. വൃദ്ധനായ കൽബാബ അത് കേട്ടു പുഞ്ചിരിച്ചു. ശ്രദ്ധിക്കൂ, തന്റെ കൈ ഉയർത്തി അയാൾ തുടർന്നു. രാത്രി അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ജോലിക്കാരോട്. തന്റെ കൈകൾ ഉയർത്തി അയാൾ തുടർന്നു. രാത്രിയിൽ കാട്ടുനായ്ക്കളുടെ ശബ്ദം കേൾക്കൂ. വിശപ്പ് കൊണ്ട് വയറൊട്ടിയതിനാൽ അവർ അലറുകയും ഓരിയിടുകയും ചെയ്യുന്നു. ഇനി അവർക്ക് ഭക്ഷണം നൽകിയാൽ അവരെന്ത് ചെയ്യും? തല്ലുകൂടും, ഞെളിഞ്ഞു നടക്കും. സുനിശ്ചിതമായി വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ പിന്നെയും തല്ലുകൂടും, കൂടുതൽ നെളിഞ്ഞു നടക്കും. മനുഷ്യപുത്രന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അവർക്ക് തിരഞ്ഞെടുക്കാൻ സ്വർണ്ണ നാണയങ്ങളും ജ്ഞാനവും കൊടുക്കുക. അവരെന്തു ചെയ്യും? ജ്ഞാനത്തെ അവഗണിക്കും, ധനം പാഴാക്കും. പിറ്റേന്നും അവർ വിലപിക്കുന്നു, കാരണം അവരുടെ കയ്യിൽ ഇനി സ്വർണ്ണ നാണയങ്ങളില്ല. അപ്പോ ഈ ലോട്ടറി ഒക്കെ അടിച്ചവരുടെ അവസ്ഥ അതാണ്. അവരുടെ കയ്യിൽ എന്താണ്? ഒരുപാട് പണം ഉണ്ട്, പക്ഷെ ഞാനല്ല. ഈ പണം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇല്ല. അപ്പൊ അത് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ നമ്മളെ കയ്യിൽ ഇന്ന് പണം ഇല്ലെങ്കിലും പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ക്ലാസ്സുകൾ കേൾക്കുക, അതുപോലെ ബുക്കുകൾ വാങ്ങി വായിക്കുക. കാരണം നാളെ നമ്മളിലേക്ക് തീർച്ചയായിട്ടും പണം വരാനിരിക്കുന്നതാണ്. അപ്പൊ ഈ പണം എന്ന് പറഞ്ഞ കാര്യം വരിക പോവുക പെട്ടെന്ന്. ഇന്ന് ഒരു നാളെ പോകുന്ന നമ്മൾ കേട്ടിട്ടില്ലേ? അത് നാളെ പോകാനുള്ള കാരണം അതാണ്. അപ്പൊ അതിനെ പിടിച്ചു വെക്കാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം പണം ഉണ്ടാക്കാൻ ഉള്ള ബുദ്ധിമുട്ടിനേക്കാളും അത് ചെലവാക്കാനാണ് വളരെ പെട്ടെന്ന്. അതാണ് അപ്പൊ കയ്യിലുള്ളത് ചോർന്ന് പോകാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് ഈ പുസ്തകത്തിലും ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ പറയുന്നത്. ധനം കരുതി വെക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ നിയമങ്ങൾ അറിയുന്നവർക്കും അവയെ അനുസരിക്കുന്നവർക്കും വേണ്ടിയാണ്. കൽബാബ് തന്റെ വെളുത്ത വസ്ത്രം മെലിഞ്ഞ കാലുകൾക്ക് ചുറ്റും അടുപ്പിച്ചു. കാരണം തണുത്ത ഒരു രാത്രി സമയത്ത് കാറ്റ് അപ്പോൾ വീശുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ദീർഘയാത്രയിൽ നിങ്ങൾ എന്നെ വിശ്വസ്തയോടെ സേവിച്ചതിനാലും നിങ്ങൾ എന്റെ ഒട്ടകങ്ങളെ നന്നായി പരിപാലിച്ചിരുന്നാലും ചുട്ടുപഴുത്ത മണലിൽ നിങ്ങൾ പരാതിയില്ലാതെ പണിയെടുത്തിരുന്നാലും എന്റെ ചരക്കുകൾ കവർന്നെടുക്കാൻ ശ്രമിച്ച കൊള്ളക്കാരോട് നിങ്ങൾ ധീരമായി പൊരുതിയിരുന്നാലും ഈ രാത്രി ഞാൻ നിങ്ങളോട് ധനത്തിന്റെ 5 നിയമങ്ങളുടെ കഥ പറയാം. നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു കഥ. ഞാൻ പറയുന്ന വാക്കുകൾ അഗാധമായ ശ്രദ്ധയോടെ കേൾക്കുകയും, കാരണം അവയുടെ അർത്ഥം ഗ്രഹിക്കുകയും അവയെ കണക്കിലെടുക്കുകയും ചെയ്താൽ വരും നാളുകളിൽ നിങ്ങൾക്ക് ധാരാളം സ്വർണ്ണ നാണയം നേടാം. എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ നോട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ ജോലിക്കാരോട് അങ്ങനെയാണ് പറഞ്ഞത്. അയാൾ ഹൃദ്യമായ വാക്കുകൾക്ക് വിരാമം വിട്ടു. ആകാശത്തിന്റെ മേലാപ്പുകൾ മുകളിൽ ബാബിലോണിലെ തെളിഞ്ഞ ആകാശ നക്ഷത്രങ്ങൾ തിളങ്ങി. വീശിയെടുക്കുന്ന മരുഭൂമിയിൽ കൊടുങ്കാറ്റ് ഉലയുമ്പോൾ കാറ്റുകൾക്ക് പുറകെ ബന്ധിച്ച് അവരുടെ മങ്ങിയ കൂടാരങ്ങൾ സംഘത്തിന് പിറകിൽ അസ്പഷ്ടമായി കാണാമായിരുന്നു. കൂടാരങ്ങൾക്ക് തുകലുകൾ കൊണ്ട് പൊതിഞ്ഞ ചരക്കുകൾ കെട്ടി വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു. തൊട്ടടുത്ത ഒട്ടകങ്ങൾ മണലിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അവയിൽ ചിലത് സംതൃപ്തിയോടെ ചവച്ചരച്ചു കൊണ്ടിരിക്കുന്നു, മറ്റുള്ള തൊണ്ടടിച്ച് പുറത്തു വലിച്ചെടുക്കുന്നു. കൽബാബ്, താങ്കൾ ഞങ്ങളോട് ഒരുപാട് നല്ല കഥകൾ പറഞ്ഞു. ഭാണ്ഡം തയ്യാറാക്കിയ മുഖ്യ പാക്കർ പറഞ്ഞു. നാളെ തങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ സേവനം അവസാനിക്കുമ്പോൾ ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾ നോക്കുന്നത് താങ്കളുടെ ജ്ഞാനത്തെ കുറിച്ചാണ്. വിചിത്രവും വിദൂരവുമായ ദേശങ്ങളിലെ എന്റെ സാഹസികതയെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് അർക്കാഡ് എന്ന ബുദ്ധിമാനായ ധനികന്റെ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു തരാം. മുമ്പ് അർക്കാഡ് അവിടെയുള്ള രാജ്യത്തുള്ള ആളുകളോട് പറഞ്ഞ പോലുള്ള കഥകളായിരുന്നു. ഇനി അർക്കാഡിനെ കുറിച്ചിട്ടുള്ള വേറൊരാള് അദ്ദേഹത്തിന്റെ ജോലിക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടെന്ന് ജോലിക്കാർ പറഞ്ഞു. അദ്ദേഹം ബാബിലോണിലെ ഏറ്റവും ധനികനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ മേഖലയിൽ അദ്ദേഹം ജ്ഞാനിയായിരുന്നു. അതിനു മുമ്പ് അത്ര ജ്ഞാനിയായ ഒരു മനുഷ്യനും ബാബിലോണിൽ ഉണ്ടായിട്ടില്ല. ഞാനും എന്റെ യജമാനനും നോമിസിന്റെ കൊട്ടാരത്തിൽ രാത്രി ഏറെ നേരം തങ്ങിയിരുന്നു. ഞാൻ എന്റെ യജമാനനെ പകിട്ടാടുന്ന പ്രവാചകനും വലിയ ഭാണ്ഡങ്ങളും കൊണ്ടുവരാൻ സഹായിച്ചിരുന്നു. പ്രവാചകനേക്കാളും തനിക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ തിരഞ്ഞെടുക്കും തൃപ്തിപ്പെട്ടവരെ നോമസിയർ പരിശോധിക്കുന്നതായിരുന്നു. ഒടുവിൽ അദ്ദേഹം നന്നായി
സന്തുഷ്ടനായി. ഞങ്ങളോട് അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് അപൂർവമായ വീഞ്ഞ് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു. എന്റെ നിശാന്തരങ്ങൾക്ക് പരിമളവും എന്റെ വയറിന് ഏറ്റവും ചൂട് പകരുന്നതുമായ വീഞ്ഞായിരുന്നു അത്. എന്റെ വയറിന് അത്തരം ഒരു പാനീയം അസാധാരണമായിരുന്നു. ശേഷം അദ്ദേഹത്തിന്റെ പിതാവായ അർക്കാഡിന്റെ മഹത്തായ ജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ കഥ ഞങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അത് നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ നോമസീർ എന്ന് പറഞ്ഞ ആള് അർക്കാഡിന്റെ ഫാദറാണ്, അർക്കാഡിന്റെ മകനാണ്. അപ്പോ അർക്കാഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, മകനെ എങ്ങനെ സമ്പന്നനായത് എന്നുള്ള കാര്യങ്ങൾ ഇവരോട് വിവരിക്കുന്ന ഒരു കഥയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിച്ച് സ്കിപ്പ് ചെയ്തു പോയത്. നിങ്ങൾക്കറിയാവുന്നത് പോലെ ധനികരായ പിതാക്കളുടെ പുത്രന്മാർ മാതാപിതാക്കളോടൊപ്പം അവരുടെ സ്വത്തു വകകളിലെ അനന്തരാവകാശവും പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് ബാബിലോണിലെ രീതിയാണ്. എന്നാൽ അർക്കാഡ് ആ രീതി അംഗീകരിച്ചിരുന്നില്ല. അതിനാൽ നോബസീർ ഒരു മുതിർന്ന വ്യക്തിയായപ്പോൾ മകനെ വിളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അഭിസംബോധന ചെയ്തു: മകനെ, നീ എന്റെ സ്വത്തുക്കളുടെ പിന്തുടർച്ചാവകാശി ആവണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അവ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിവുണ്ടോ എന്ന് നീ ആദ്യം തെളിയിക്കണം. അതിനാൽ നീ പുറം ലോകത്തേക്ക് പോയി സമ്പത്ത് ആർജിക്കാനുള്ള ആളുകളുടെ ഇടയിൽ ആദരിക്കപ്പെടുവാനുള്ള നിന്റെ കഴിവ് പ്രകടമാക്കൂ. നിനക്കൊരു നല്ല തുടക്കത്തിനായി ഞാൻ 2 സാധനങ്ങൾ തരും. സമ്പത്ത് കെട്ടിപ്പടുക്കാൻ പുറപ്പെട്ട ദരിദ്ര യുവാവായിരുന്ന എനിക്ക് നിഷേധിക്കപ്പെട്ടവയായിരുന്നു അവ രണ്ടും. ആദ്യം ഞാൻ നിനക്ക് സ്വർണ്ണനാണയങ്ങളുടെ ഒരു സഞ്ചി തരും. അത് വിവേകപൂർവ്വം ഉപയോഗിച്ചാൽ നിന്റെ ഭാവി വിജയത്തിന്റെ അടിത്തറ അതായിരിക്കും. രണ്ടാമത് ഞാൻ നിനക്ക് തരുന്നത് സ്വർണ്ണനാണയത്തിന്റെ 5 നിയമങ്ങൾ കൊത്തിയെഴുതിയ ഒരു കളിമൺ ഫലകമാണ്. നിന്റെ സ്വന്തം പ്രവർത്തികളിൽ നീ അവയെ വ്യാഖ്യാനിച്ചാൽ അവ നിനക്ക് നൈപുണ്യവും സുരക്ഷയും കൊണ്ടുവരും. 10 വർഷങ്ങൾ കഴിഞ്ഞ് നീ നിന്റെ പിതാവിന്റെ വീട്ടിൽ തിരിച്ചു വന്ന് നിന്നെക്കുറിച്ചുള്ള വിവരണം തരണം. യോഗ്യനാണെന്ന് നീ തെളിയിച്ചാൽ ഞാൻ നിന്നെ എന്റെ സ്വത്തുക്കളുടെ അവകാശിയും, മറിച്ചാണെങ്കിൽ ഞാനത് പുരോഹിതർക്ക് കൊടുക്കും. അവർക്കത് എന്റെ ആത്മാവിന് വേണ്ടി ദൈവങ്ങൾക്കുള്ള പ്രതിഫലമായി കൈമാറ്റം ചെയ്യാൻ പറ്റുമല്ലോ. ഇതിൽ പറയുന്നത് അർക്കാഡിന്റെ മകൻ പണക്കാരനാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറെ രാജ്യത്തേക്ക് കുറച്ച് അറിവുകളും അതേപോലെ കുറച്ച് പണവുമായിട്ട് അയക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് കേൾക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്ത് പെട്ടെന്ന് നമുക്കറിയാം, നമ്മൾ അറിയുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭൂസ്വത്തുക്കളായിട്ട് മറ്റു സ്വത്തുക്കളൊക്കെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ മക്കൾക്ക് കൊടുക്കും. അവർക്കത് ഉപയോഗിക്കാൻ വെച്ചല്ലാതെ അവരെന്താവും, പാപ്പരായി പോകും. അപ്പോ നമ്മള് ഇതേപോലെ ബഷീർ സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സംസ്ഥാനത്ത് ഏറ്റവും വലിയ ധനികന്റെ മക്കളൊക്കെ കേരളത്തിൽ വന്നിട്ട് ഹോട്ടൽ ജോലി എടുക്കുന്നുണ്ട് എന്നൊക്കെ. അതൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്. കാരണം ആ മക്കളെ പഠിപ്പിക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. സാധനം വാങ്ങാൻ ചെറിയ കുട്ടികളെ പറഞ്ഞേക്കണം നമ്മൾ കൂടെ ഉള്ളപ്പോ. അങ്ങനെ പണത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പേ കുട്ടികളെ പഠിപ്പിക്കണം, അത് ചെലവാക്കാന് മറ്റു കാര്യങ്ങളൊക്കെ. ഞാൻ ഭാര്യയൊക്കെ കൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ പറയും. പണം ഞാൻ വൈഫിന്റെ കയ്യിലാണ് കൊടുക്കുക. അത് കടക്കാരനോട് സാധനം അവളെ കയ്യിൽ കൊടുക്കാൻ പറയും. അങ്ങനെ ക്രമേണ വരുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന പോലെ അവർ പറയാം, ഇത്ര ചെറിയൊരു പൊതിക്ക് ഇത്ര വലിയ രൂപയാണോ ചോദിക്കും. കാരണം അവരറിയുന്നില്ല വീട്ടിൽ നമ്മൾ സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ അതിന്റെ വില, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് പഠിപ്പിക്കാനൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ മക്കളെ ചെറുപ്പത്തിലെ പരിശീലിപ്പിച്ചാൽ നന്നാവുന്ന ഓർമ്മപ്പെടുത്താണ്. അങ്ങനെ നോമസീർ അങ്ങനെ തന്റെ സ്വന്തം വഴി തേടി സ്വർണ്ണ നാണയവും സഞ്ചിയും പട്ടുതുണിയും ശ്രദ്ധാപൂർവ്വം പൊതിഞ്ഞ കളിമൺ ഫലകവും എടുത്ത് തന്റെ അടിമയുടെ കൂടെ കുതിരകളുമായി യാത്ര പുറപ്പെട്ടു. 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നേരത്തെ ഉറപ്പിച്ചത് പ്രകാരം നോമസീർ തന്റെ പിതാവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തന്റെ ബഹുമാനാർത്ഥം പിതാവ് ഒരു വലിയ വിരുന്നൊരുക്കിയിരുന്നു. അതിലേക്ക് അനേകം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ചിരുന്നു. വിരുന്ന് കഴിഞ്ഞപ്പോൾ പിതാവും മാതാവും വലിയ ഹാളിന്റെ ഒരു വശത്ത് സിംഹാസന സമാനമായ ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായി. പിതാവിന്റെ ഉറപ്പ് കൊടുത്ത പ്രകാരം തന്നെക്കുറിച്ച് വിവരിക്കാൻ നോമസീർ അവരുടെ മുന്നിൽ നിന്നു. സമയം വൈകുന്നേരമായിരുന്നു. എണ്ണ വിളക്കുകളുടെ അരണ്ട വെളിച്ചമുള്ള മുറി. അവയുടെ തിരക്കുകളിൽ നിന്നുള്ള പുകയാൽ മങ്ങിയിരുന്നു. വെളുത്ത നെയ്ത്ത് തുടുത്ത ജാക്കറ്റുകളും അയഞ്ഞ കുപ്പായങ്ങളും ധരിച്ച അടിമകൾ ഈർപ്പണിയുന്ന വായുവിനെ നീണ്ട തണ്ടുള്ള പനിയോലകൾ താളാത്മകമായി വീശി. പ്രൗഢമായ ഒരു പ്രഭാവം രംഗത്ത് നിന്ന് പകർന്നു. നോമസീറിന്റെ ഭാര്യയും അവരുടെ 2 കൊച്ചുമക്കളും സുഹൃത്തുക്കളും കുടുംബത്തിലെ മറ്റംഗങ്ങളും അയാളുടെ പുറകിൽ പരവാദികൾ ആകാംക്ഷ ശ്രോതാക്കളായിരുന്നു. എന്റെ പിതാവേ, നോമസീർ ആദരോടെ ആരംഭിച്ചു, ഞാൻ അങ്ങയുടെ ജ്ഞാനത്തിന് മുന്നിൽ തന്നെ കുനിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് പൗരുഷത്തിന്റെ കവാടങ്ങൾ നിൽക്കുന്ന എന്നോട് അങ്ങ് ആവശ്യപ്പെട്ടത് അങ്ങയുടെ സമ്പാദ്യത്തിന്റെ അടിമയായിരുന്നു തുടരുന്നതിന് പകരം പുറം ലോകത്ത് പോകാനും ആദരണീയ മനുഷ്യനുമാവാനുമായിരുന്നു. അങ്ങയുടെ സ്വർണ്ണ നാണയ ശേഖരത്തിൽ നിന്നും ഉദാരമായി എനിക്ക് തന്നു. അങ്ങയുടെ ജ്ഞാനവും എനിക്ക് ഉദാരമായി നൽകി. കഷ്ടം, ആ സ്വർണ്ണ നാണയം ദാരുണമായാണ് കൈകാര്യം ചെയ്തത് എന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വരും. ഒരു ചെറുപ്പക്കാരിൽ നിന്നും താൻ പിടിച്ച കാട്ടുമുയൽ കിട്ടിയ അവസരത്തിൽ ഓടിപ്പോകുന്നത് പോലെ അനുഭവപരിചയമില്ലാത്ത എന്റെ കൈകളിൽ നിന്നും ആ സ്വർണ്ണ നാണയങ്ങൾ ഓടിക്കളഞ്ഞു.
അദ്ദേഹം അദ്ദേഹത്തിന് ഫാദർ കൊടുത്ത പണവുമായിട്ട് അദ്ദേഹം പോയിട്ട് അത് നഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. അദ്ദേഹം അത് കച്ചവടം ചെയ്തിട്ടാണ് നഷ്ടപ്പെട്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിതാവ് രസിച്ചു പുഞ്ചിരിച്ചു. തുടരൂ മകനെ, നിന്റെ കഥ അതിന്റെ എല്ലാ വിശദാംശങ്ങളോടും എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഒരു വളരുന്ന നഗരമായ ആ, നീനവയിലേക്കാണ് നീനവയിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചത്. അവിടെ അവസരങ്ങൾ കിട്ടിയേക്കാമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ഒരു സ്വാർത്ഥ സംഘങ്ങളോടൊപ്പം ചേർന്നു. അതിലെ അംഗങ്ങളിലെ ധാരാളം പേരുമായി സൗഹൃദമുണ്ടാക്കി. കാറ്റുപോലെ അതിവേഗം ഓടുന്ന വെളുത്തതും മനോഹരമായ ഒരു കുതിരയുമായി സഞ്ചരിക്കുന്ന ഏറ്റവും നന്നായി സംസാരിക്കുന്ന രണ്ടാളുകളുമായി കൂട്ടത്തിലായിരുന്നു ഞാൻ. ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്തത്ര വേഗതയുള്ള ഒരു കുതിര സ്വന്തമായുള്ള ഒരു ധനികൻ നീനവയിൽ ഉണ്ടെന്നും യാത്രക്കിടയിൽ അവർ എന്നോട് സ്വകാര്യമായി പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഒരു കുതിരക്കും അതിനേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയില്ലെന്നും അതിന്റെ ഉടമസ്ഥൻ വിശ്വസിച്ചിരുന്നത് പോൽ അതുകൊണ്ട് ബാബിലോണിലെ ഏത് കുതിരയെയും തന്റെ കുതിര ഓടി തോൽപ്പിക്കുമെന്നും അയാൾ എത്ര വലിയ തുക വെച്ചും വെക്കുമത്രേ. എന്നാൽ തങ്ങളുടെ പക്കലുള്ള കുതിരയുമായി തുലനം ചെയ്താൽ ആ ധനികന്റെ കുതിര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ എയ്യുന്ന ഒരു കുതിര മാത്രമായിരുന്നു വിശുദ്ധരോ പറഞ്ഞു. ഒരു വലിയ ഔദാര്യം എന്നോണം അവർ എന്നെ പന്തയത്തിൽ അംഗമാക്കുകയും ചെയ്തു. ഞാനാകട്ടെ ആ പദ്ധതിയിൽ വളരെ ആകർഷകനായിരുന്നു. ഞങ്ങളുടെ കുതിര ദയനീയമായി പരാജയപ്പെടുകയും എന്റെ ഭൂരിഭാഗം സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. പിതാവ് ചിരിച്ചു. പിന്നീട് ഈ രണ്ടാളുകളുടെ വഞ്ചനാപരമായ പദ്ധതിയാണെന്നും ഞാൻ മനസ്സിലാക്കി. ഇരകളെ തേടി അവർ നിരന്തരം സംഘങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. നീനവയിലെ മനുഷ്യരും ഈ രണ്ടാളുകളും കൂടെ ഉണ്ടായിരുന്നു. താൻ തേടിയ പന്തയത്തുക അവരുമായി അയാൾ പങ്കിട്ടിരുന്നു. തന്ത്രപൂർവമായിട്ടുള്ള ഈ ചതി എന്റെ ആദ്യ പാഠം പഠിപ്പിച്ചു. എന്നോട് തന്നെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, അത് കുതിര പന്തയക്കാരന്റെ രൂപത്തിലാണെങ്കിൽ ഇന്ന് മണി ചെയിൻ ആയിട്ടും അല്ലെങ്കിൽ പല രീതിയിലുമായിട്ടാണ് നമ്മളെടുത്ത് വരുന്നത്. നമ്മളെ പണം അപഹരിക്കാൻ വേണ്ടിയിട്ട്, പണം ഇരട്ടിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ നമ്മളെയുള്ള തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇത് ചെറിയൊരു കഥയിലൂടെ അദ്ദേഹം പറയാണ്. അപ്പൊ നമുക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഇന്ന് പല രൂപത്തിലും നമ്മളെ അടുത്തേക്ക് പല ആളുകളും വരുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള തുക നമ്മൾ കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിനുള്ള അവസരങ്ങളൊക്കെ ഇന്ന് ലോകത്തുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാനും അതിന്റെ ഓഫീസ് കാണാനും അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഏതൊരാൾക്കും, എത്ര വിശ്വാസമുള്ള ആളുകൾക്കും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും കടം കൊടുക്കുമ്പോൾ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ് ഇതിന് മനസ്സിലായത്. അത്ര തന്നെ കയ്പേറിയ മറ്റൊരു പാഠവും ഞാൻ വൈകാതെ പഠിക്കുന്നുണ്ട്. ആ യാത്രാ സംഘത്തിൽ ഞാൻ സൗഹൃദത്തിലായ മറ്റൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. സമ്പന്നനായ മാതാപിതാക്കളുടെ മകൻ. എന്നെപ്പോലെ നല്ല അനുയോജ്യമായ ഒരു സ്ഥലം തേടി നീനവയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവൻ. ഒരു വ്യാപാരി മരണപ്പെട്ടുവെന്നും നിറച്ചും ചരക്കുകളും നല്ല കച്ചവടവും ഉണ്ടായിരുന്ന അയാളുടെ കട തുച്ഛമായ തുകക്ക് കൈക്കലാക്കാൻ കഴിയുമെന്നും നീനവയിലെ ഉടനെ അവൻ എന്നോട് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കുമെന്നും പറഞ്ഞു. അവന്റെ കൈവശമുള്ള സ്വർണ്ണ നാണയങ്ങൾ എടുക്കാൻ അവൻ ബാബിലോണിലേക്ക് തിരിച്ചു പോകേണ്ടത് കൊണ്ട് എന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ച് കട വാങ്ങണമെന്നും എന്നെ നിർബന്ധിച്ചു. കച്ചവടം തുടർന്നു കൊണ്ടുപോകാൻ അവന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും ഉറപ്പു നൽകി. ബാബിലോണിലുള്ള യാത്ര അവൻ കുറെ വൈകിപ്പിച്ചു. അങ്ങനെ അതിനിടയിൽ വിവേകശൂന്യമായ വാങ്ങുകളും ഒരാൾ വിഡ്ഢിയായി ചിലവഴിക്കുന്ന ഒരാളുമാണ് അവനെന്ന് തെളിയിച്ചു. ഒടുവിൽ ഞാൻ അവനെ പുറത്താക്കി. പക്ഷെ അപ്പോഴേക്കും കച്ചവടം കുറഞ്ഞു. വിൽക്കാൻ കഴിയാത്ത സാധനങ്ങൾ മാത്രമുള്ള കടയായിരുന്നു അത്. കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള പണം ഉണ്ടാകാനായിരുന്നില്ല. അവശേഷിക്കുന്നത് വളരെ ചെറിയ തുകയ്ക്ക് ഞാൻ ഒരു ഇസ്രായേൽക്കാരന് നഷ്ടത്തിൽ വിറ്റു. തുടർന്ന് വന്നത് കൈപ്പേറിയ ദിനങ്ങളായിരുന്നു. എന്റെ പിതാവെ, ഞാൻ ഒരു തൊഴിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം സമ്പാദിക്കാൻ കഴിവുണ്ടാകുന്ന തൊഴിൽ നൈപുണ്യമോ പരിശീലനമോ എനിക്കില്ലായിരുന്നു. വിശപ്പടക്കാൻ ഭക്ഷണത്തിനും ഉറങ്ങാൻ ഒരിടത്തിനും വേണ്ടി ഞാൻ എന്റെ കുതിരകളെ വിറ്റു, അടിമയെ വിറ്റു. എനിക്ക് അധികാരമുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വിറ്റു. പക്ഷെ ഓരോ ദിവസവും ഭയാനകമായ ദാരിദ്ര്യം കൂടുതൽ അരികിലേക്ക് പതികുന്നു. പക്ഷെ ആ കൈപ്പേറിയ ദിനങ്ങളിൽ അങ്ങ് എനിക്ക് എന്നിലുള്ള വിശ്വാസം ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു വിജയിയായി മനുഷ്യനാവാനാണ് അങ്ങ് എന്നെ പുറം ലോകത്തേക്ക് അയച്ചത്. അത് നേടിയെടുക്കാൻ ഞാൻ നിശ്ചയിച്ചിരുന്നു. മാതാവ് കൈകൾ മുഖമുയർത്തി മൃദുവായി കരഞ്ഞു. ആ സമയത്ത് അങ്ങ് എനിക്ക് തന്ന ധനത്തിന്റെ നിയമങ്ങൾ കൊത്തിവെച്ച ഫലകത്തിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ അദ്ദേഹം എന്താണ് നഷ്ടപ്പെട്ടത്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹം പട്ടിണി കിടന്നു ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മളും പുറം ലോകത്തേക്കോ അല്ലെങ്കിൽ പുറത്തെ രാജ്യത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അറിയോ, ശരിക്കും നമ്മളെ കയ്യിൽ രണ്ട് കൈത്തൊഴിലെങ്കിലും വേണം. ഒന്നില്ല ചെറുതാണെങ്കിലും ഒരു ടൈലറിങ്ങോ, അതൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്നതാണ്. അതേപോലെ ഒരു ഡ്രൈവിംഗ് അറിയാം,
അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പട്ടിണി എടുക്കണം. നമ്മൾ ഉദ്ദേശിച്ച പ്രൊഫഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ജോലി ഇല്ലെങ്കിലോ, അപ്പൊ നമുക്ക് കൈത്തൊഴിലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർപരമായിട്ടുള്ളതൊക്കെ അതും ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ലെങ്കിലും ആ ജോലി കിട്ടുന്നത് വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരാളെ എന്താക്കുക, പിന്നെ ആശ്രയിക്കാതെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കൈത്തൊഴിൽ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം സ്വർണത്തിന്റെ പഞ്ചനിയമങ്ങൾ ആ ഫലകങ്ങൾ വായിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു പേജ് വായിക്കാം, കാരണം സമയം ഏകദേശം അടുത്തായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടപ്പോ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ ഫലകങ്ങളാണല്ലോ പിതാവ് കൊടുത്തത്. അപ്പൊ അദ്ദേഹം അത് വായിച്ചു നോക്കുകയാണ്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, തന്റെയും കുടുംബത്തിന്റെയും ഭാവിക്കായി ഭൂസ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി സമ്പാദ്യത്തിന്റെ 10-1 കുറയാതെ മാറ്റിവെക്കുന്ന ഏതൊരു മനുഷ്യരിലേക്കും ധനം സന്തോഷത്തോടെ വർദ്ധിച്ച അളവിലും വരുന്നു. രണ്ടാമതായിട്ട് പറയുന്നത്, ലാഭകരമായ തൊഴിൽ കണ്ടെത്തുന്ന ബുദ്ധിമാനായ ഉടമയ്ക്ക് വേണ്ടി ധനം ഉത്സാഹത്തോടെയും സംതൃപ്തിയോടെയും അധ്വാനിക്കുന്നു. അത് വയലിലെ ആട്ടിൻകൂട്ടങ്ങളെ പോലെ പെരുകുന്നു. 3, ധനം കൈകാര്യം ചെയ്യുന്നതിൽ ജ്ഞാനികളായ ആളുകളുടെ ഉപദേശപ്രകാരം നിക്ഷേപിക്കുന്ന ജാഗ്രതയുള്ള ഉടമയുടെ സംരക്ഷണത്തെ അത് മുറുകെ പിടിക്കുന്നു. 4, വൈദഗ്ധ്യമുള്ളവരും അംഗീകരിക്കാത്തതും പരിചയമില്ലാത്തതുമായ കച്ചവടങ്ങളിലോ കാര്യങ്ങളോ നിക്ഷേപിക്കുന്ന ഏതൊരാളിൽ നിന്നും ധനം വൈകിപ്പോകും. 5, ധനത്തെ അസാധ്യമായി സമ്പാദ്യമുണ്ടാക്കാൻ നിർബന്ധിക്കുകയോ തന്ത്രശാലികളുടെ കൗശലക്കാരുടെയും ആകർഷകമായ ഉപദേശം പിന്തുടരുകയോ അല്ലെങ്കിൽ തന്റെ സ്വന്തം പരിചയക്കുറവിൽ കാൽപ്പനിക ആഗ്രഹങ്ങളിലും വിശ്വസിച്ച് നിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഏതൊരാളിൽ നിന്നും സമ്പത്ത് ഓടിപ്പോകുന്നു. അങ്ങനെ ബാക്കിയുള്ളത് ഇനി അടുത്ത ദിവസം പറയാം. ഇത് വായിച്ചപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാന് സൗദി അറേബ്യയിൽ നിൽക്കുന്ന കാലത്ത് ഒരു 2010-12 സമയത്ത് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നല്ലൊരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കാനുണ്ട്, നീയും കൂടുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോ നല്ല കച്ചവടമുള്ള കട. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും ഗ്യാപ്പ് കിട്ടില്ല, അത്രക്കും കച്ചവടമുള്ള കട. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ നിന്ന്. അപ്പം അവിടെ പുറത്ത് സാധനം ഇറക്കാൻ വരുന്ന ആളുകളുണ്ട്, പെപ്സി, ഐസ്ക്രീം ഒക്കെ. അങ്ങനത്തെ വണ്ടിക്കാരൊക്കെ കണ്ടപ്പോ ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, എന്താ കൊടുക്കുന്നതെന്ന് അറിയില്ല, നല്ല കച്ചവടമാണ്, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ വരുന്നതും സാധനം തികയാത്ത ഒരു കടയാണ് ഇവിടെ, ഞങ്ങൾ എന്നിട്ട് എടുത്തു വന്നിട്ട് ഇങ്ങനെ ഇറക്കി പോകലാണ്, അത്രക്കും കച്ചവടം എന്ന് പറഞ്ഞു. അപ്പൊ ആ നാട്ടുകാരൻ പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നാട്ടില് ഇവിടെ വന്നിട്ട് 10-15 വർഷമായി, അപ്പൊ ഇനി നാട്ടിൽ സെറ്റിൽ ആവാനുള്ള ആയിട്ടാണ്, വീടും കാര്യങ്ങളൊക്കെ ആയി തന്നെ. പക്ഷെ എനിക്കത് വിശ്വാസം ഒന്നുമില്ല, കാരണം അത്രയും കച്ചവടം. ഞങ്ങള് 2 തവണ പോയപ്പോ നല്ല കച്ചവടം. പിന്നെ എന്തോ എനിക്ക് അതിലേക്ക് ഒരു 1-2 ആളോട് ചോദിച്ചപ്പോ എന്നോട് അറിവുള്ള ആളെ 10-25 വർഷമായിട്ട് നിൽക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞു, ആ നാട്ടുകാര് അങ്ങനെ വെറുതെ കൊടുക്കുന്ന ആളുകളല്ല, ഒന്നുമില്ല അവരെ ബാക്കിയുള്ള ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അവർക്ക് കൈമാറും, അല്ലാതെ കട കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് അങ്ങനെ നിങ്ങളെ അടുത്തെത്തൂല, നിങ്ങളെ നാട്ടിൽ വലിയ ആളുകൾ അവിടെ നിങ്ങളെ മുന്നേ എത്തും. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ എന്താക്കി, പിന്മാറി. ഇന്ത്യയിൽ അത്ര പണം അല്ലായിരുന്നു, പിന്നെ നാട്ടിൽ നിന്ന് വലിക്കൊക്കെ വേണം. അപ്പൊ ഞാനത് മാറ്റി. അങ്ങനെ നമ്മളൊരു സുഹൃത്ത് വേറൊരു പാർട്ണറെ തേടി കണ്ടെത്തി ആ കട എടുത്തു. അങ്ങനെ കട എടുത്ത് ഞാൻ അവിടെ പോയി നോക്കി. 2-3 മാസം കഴിഞ്ഞ് എനിക്ക് ആ വഴിക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോ നല്ല കച്ചവടം എന്ന് പറഞ്ഞാല് മറ്റവർ ചെയ്തേക്കാട്ടിൽ കൂടുതൽ കച്ചവടം അവർ ചെയ്തു. അപ്പൊ എനിക്കൊരു കുറ്റബോധം, അയ്യോ അതൊന്ന് കൂടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കച്ചവടമൊക്കെ പോയി, ഇൻവെസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു, അപ്പോ കച്ചവടം പോയോ ചേനാറിന്. അപ്പൊ ഞാൻ എന്റെ കച്ചവടം പോകാനുള്ള കാരണം അത് പറഞ്ഞാല് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്, കുറഞ്ഞ വീടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ കൂടുതൽ വണ്ടിയിൽ പോകുന്ന ആളുകളാണ്. ഇപ്പൊ ടൂറിസ്റ്റ് പോലുള്ള ആളുകൾ നിരന്തരം അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ എന്താണ്, അതിന്റെ ഒരു 5 കിലോമീറ്റർ മുന്നേ, ഒരു 5-10 കിലോമീറ്റർ മുൻപായിട്ട് പുതിയൊരു പാലം വന്നിട്ട് റോഡ് അതിലേക്ക് മാറുക. ആ റോഡ് അതിലേക്ക് മാറിയതോടുകൂടി എന്തായി, ഇതിലേക്കുള്ള വാഹനങ്ങൾ കുറഞ്ഞു. പിന്നെ ആ കട കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചെറിയ ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിലേക്കുള്ള വാഹനങ്ങൾ മാത്രമേ അതിലെ വരുന്നുള്ളൂ. അപ്പൊ ഈ വിൽക്കുന്ന ആളെന്തായി, അത് പുറത്ത് പറഞ്ഞില്ല, പുറത്ത് പറഞ്ഞാൽ അയാൾക്ക് അതിന്റെ വാല്യൂ കിട്ടൂല. പക്ഷെ എടുത്ത ആളുകൾ എന്താക്കി, 6 മാസം കൊണ്ട് നന്നായി കച്ചവടം ചെയ്തുകൊണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പകുതി തിരിച്ചു കിട്ടി. പിന്നെ കച്ചവടം ശോഷിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരാളും നമ്മളിലേക്ക് വലിയ ബിസിനസ്സിനോ വലിയ ലാഭം തരാ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വലിയ ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരുമ്പോഴോ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളതാണ്. അത് എന്തോ എന്റെ ഒരു ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അന്ന് അത്രയും വർഷം അവിടെ നിന്നത് മുഴുവൻ അതിൽ ഒലിച്ചു പോകാൻ കഴിയുമായിരുന്നു. അപ്പോ എന്തോ ഒരു ഭാഗ്യ നിമിത്തം എന്റെ കയ്യിൽ അന്ന് അത്രയും പണം ഉണ്ടായിരുന്നില്ല, ഒന്ന്. രണ്ടാമത്തത്
മറ്റുള്ള ആളുകൾ പറഞ്ഞത്, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞത് ഞാൻ അന്ന് എന്താണ് മുഖവിലക്ക് എടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ താങ്ക് യു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു എന്താ പറയാ പ്രസന്റേഷൻ തന്നെ ആയിരുന്നു അല്ലേ? ഒരു സ്റ്റോറി, നല്ലൊരു സ്റ്റോറി കേട്ടൊരു ഫീൽ ആയി. സോ എന്താണ് ഡീൻ പറയാനുള്ളത്? സാറേ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളെ ക്ലാസ് കേൾക്കാൻ. ഓ സീതാറയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, ഞാൻ കണ്ടു. ഓക്കെ, പറഞ്ഞോളൂ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഒരു തുടക്കത്തിന് പിന്നെ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ തുടങ്ങിയേക്കാം. എന്തായാലും ഇന്നത്തെ പുസ്തകം വായിക്കുന്നതിനെ കുറിച്ച്, അതായത് ആ വായനാശീലം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഒന്ന് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടി ആ ഗ്രൂപ്പിലൊക്കെ വന്നപ്പോൾ ഒന്നുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും വായിക്കാൻ നല്ല കള്ളത്തരമുള്ള ആളായിരുന്നു, ഇപ്പോഴും വായിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ചാരിറ്റിയിലും തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ എത്ര കണ്ട് ചാരിറ്റി കൊടുക്കണോ അത്ര കണ്ട് നമുക്ക് ലാഭമാണ് കിട്ടുന്നത്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എത്ര കണ്ട് ചാരിറ്റി കൊടുക്കുന്നു അത്ര കണ്ട് നമുക്ക് വരവും കൂടും. ഇങ്ങനെ ഉള്ള കുറെ സംഭവങ്ങളാണെന്ന് പറഞ്ഞത് നന്നായിട്ടുണ്ട്. ഇനി മറ്റുള്ളവർ പറയട്ടെ, തുടങ്ങി വെച്ചു മാത്രം. സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ആർക്കും വരണ്ടല്ലോ അല്ലേ? നൗഫൽ സാർ, നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് കേൾക്കാന്. ആ പുസ്തകം വായിച്ച് അതിന്റെ എന്താ പറയാ കണ്ടന്റുകൾ നമ്മൾ അനുഭവത്തിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് തന്നത്. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും. പിന്നെ അതിലുള്ള സമ്പാദ്യശീലം വളർത്തുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മള് ജോലി ചെയ്യുമ്പോൾ 1 രൂപയെങ്കിലും നമ്മളത് സേവിങ്ങിനായിട്ട് മാറ്റി വെക്കണം എന്നുള്ളത് ഞാൻ ഈ ബിമേജിക്ക് വന്നതിന് ശേഷമായിട്ടായി തുടങ്ങിയതൊക്കെ. അപ്പൊ അതുവരെ നമുക്ക് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല. കിട്ടുന്നത് മുഴുവൻ ചെലവാക്കുക. അന്ന് വെച്ചാൽ നമ്മളെ സാമ്പത്തികം കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് 1 രൂപയെങ്കിലും സേവ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും അതിന് തയ്യാറെടുപ്പ് നടത്തണമുണ്ട്. ഇനി നല്ല ഇതുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇനി മറ്റുള്ളവർ സംസാരിക്കട്ടെ. ഓക്കെ, താങ്ക് യു നൗഫൽ സർ, വളരെ നന്നായിരുന്നു ക്ലാസ്. ആദ്യം മുതൽ അവസാനം വരെയും വളരെ നന്നായിരുന്നു. താങ്ക് യു. കുറെ കൂടി ഫൈനാൻസിന് ദീർഘവീക്ഷണം കിട്ടിയ പോലെയുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ, മാജിക് Yes. മോർണിംഗ് സാർ. നൗഫൽ സാർ എല്ലാ ആഴ്ചത്തെയും പോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ സാറ് ബുക്ക് റിവ്യൂ പ്രസന്റ് ചെയ്തു. നമുക്ക് ശരിക്കും ഇനി ആ ബുക്ക് വായിക്കേണ്ട കാര്യമില്ല. ഓരോ അധ്യായങ്ങളും സാർ അത്രയും ക്ലിയർ ആയി പക്കയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും ആ ബുക്ക് വായിച്ച് അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് തോന്നി മറ്റുള്ള ആഴ്ചകളിലേക്കാൾ കൂടുതൽ, അതായത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അതായത് പാരമ്പര്യ സ്വത്ത് ഉപയോഗിക്കുന്നത് എങ്ങനെ, ആ കാര്യങ്ങളൊക്കെ സാറ് അതായത് ഈ ഒരു അദ്ദേഹത്തിൽ എനിക്ക് മനസ്സിലായി ഇത് അതാണ്. അതുപോലെ ഇപ്പൊ നമുക്കറിയാം എല്ലാ ഭാഗത്തും ഈ ഫൈനാൻസിന്റെ ഇതാണ് എല്ലാ കുടുംബത്തിലും, സാധാരണ കുടുംബങ്ങളിലെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. ഒരാഴ്ചയിൽ നമുക്ക് 7 ദിവസത്തില് പണി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ ഒരു കുടുംബത്തിൽ പണിയെടുക്കാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അതിൽ നിന്ന് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ആ ഒരു ഇപ്പൊ വീടുകളിൽ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ അടവിനായിട്ട് ഓരോ ആഴ്ചയിലും ശനിയാഴ്ച അടവ്, ഞായറാഴ്ച അടവ്, തിങ്കളാഴ്ച അടവ്, അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ നമ്മള് ആദ്യം മുതലേ ഇവിടെ ഇപ്പൊ ഞങ്ങളും സാധാരണ ഒരു കുടുംബമാണ്. പക്ഷെ ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവം മാത്രം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട. അതായത് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ആ ഒരു പൈസയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അത് ആ പൈസ ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്കത് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് അവസാനിക്കും. പക്ഷെ നമ്മൾ 1 വർഷം, 2 വർഷം, 1.5 വർഷമൊക്കെയാണ്, 24 മാസമൊക്കെയാണ് ശരിക്കും ഈ ഒരു അടവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദിവസം പണി ഉണ്ടോ ഇല്ലയെന്നൊന്നുമില്ല, ആ അടവിന് അവർക്ക് അത് കിട്ടിയിരിക്കണം. അത് കിട്ടിയില്ലെങ്കിലോ
അത് വീട്ടിൽ വന്നിരുന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെ ചെറിയ മക്കളുണ്ടാവും, അവരുടെ ഭാര്യമാരുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ശരിക്കും വല്ലാത്തൊരു ഫീലാണ്. എന്തായാലും അതൊക്കെ സാറിന്റെ ഈ ഒരു ബുക്ക് റിവ്യൂല് ഇന്നിപ്പോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യായം എനിക്ക് വളരെയധികം ഇഷ്ടമായി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജ്ഞാനമേ എന്താ പറയുന്നത്? ജ്ഞാനം, നജിലയുടെ നജില. നിങ്ങൾ അങ്ങനെ പേര് വിളിക്കാതെ പറയുമ്പോ എന്ത് രസാല്ലേ. മണിസാറ് എന്തോ പറഞ്ഞിരുന്നല്ലോ, മണിസാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നാ മനസ്സാറ് പറയും. ആരെയും പറയട്ടെ. മാജിക് മോർണിംഗ് നൗഫൽ സാർ നല്ല മനോഹരമായ രീതിയിലാണ് പ്രസന്റേഷൻ. നല്ലൊരു സിനിമ കഥ പറഞ്ഞ പോലെയുള്ളത്. അത് കറക്റ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല നമ്മളെ ശ്രദ്ധ ശരിക്കും അതിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. അതുപോലെ ഇന്നത്തെ ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി റീകോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനും നമ്മൾ കൂടുതൽ സമ്പത്തിന്റെ സ്രോതസ്സുകൾ തേടാനും അതുപോലെ തന്നെ നമ്മൾ അറിവ് നേടാൻ ഇതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ നേടാനുള്ള ഒരു സംഗതി നമ്മളെ മനസ്സിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ പണം എങ്ങനെ കാര്യമായി ചെലവുകൾ ചുരുക്കി എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതും വഞ്ചനയിലും ചതിയിലൊന്നും പെടാതെ നമ്മള് പണം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആർക്കാടിന്റെ മകന്റെ ഒരു സ്റ്റോറിയിൽ കൂടെ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 10% എപ്പോഴും കരുതി വെക്കാനും അത് കൂടുതൽ എങ്ങനെ പല സ്രോതസ്സുകളിൽ നിന്നായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള വളരെ നല്ല രീതിയിലുള്ള പ്രസന്റേഷനാണ്. താങ്ക് യു വെരി മച്ച്. നന്നായി ഉണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു മാജിക് മണി സർ. മോർണിംഗ്. ഹലോ, ഞാൻ ഒഡിബിൾ ആണോ? യെസ്, പറഞ്ഞോളൂ. ഹലോ, ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയുക, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ കേട്ടു. അതുപോലെ തന്നെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതാണ് കുറെ പോയിന്റുകൾ ഇന്ന് പറഞ്ഞു തന്നു. സത്യത്തിൽ സ്വർണത്തിന്റെ പഞ്ചനിയമങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. സമ്പാദ്യത്തില് 10% നമ്മൾ മാറ്റിവെക്കുക, ധനം വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് എന്താ പറയാ സമ്പാദിക്കുക, പിന്നെ നല്ല എക്സ്പേർട്ടിന്റെ ഉപദേശങ്ങൾ തേടുക, പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയാതെ നമ്മൾ അതിൽ ചെന്ന് പെടും. പിന്നീട് നമ്മൾ ടെൻഷൻ ആവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ എന്താ പറയാ ഈ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ എന്താ പറയാ ചെന്ന് പെടാതിരിക്കുക. അങ്ങനെ കുറെ സ്വർണത്തിന്റെ പഞ്ചനിയമങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മള് കടം പെട്ടെന്ന് അടച്ചു തീർക്കുക, കുടുംബത്തെ പരിപാലിക്കുക. പലപ്പോഴും നമ്മൾ എന്താ പറയാ മറന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യും, പക്ഷെ അത് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കാറില്ല പല കുടുംബങ്ങളിലും. അതുപോലെ ചിന്താശേഷിയോടെ പ്രവർത്തിക്കുക, പിന്നെ ചാരിറ്റിയിൽ എന്താ പറയാ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയാ എന്റെ മനസ്സിൽ കയറിയത് നമ്മൾ ചെയ്യുന്ന മേഖലകൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വന്നുകൊണ്ടിരിക്കും. ചിന്താശേഷിയോടെ പ്രവർത്തിക്കാനും നമ്മൾ കടമടച്ചു തീർക്കാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന മേഖല എന്താണോ അതിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. നല്ലൊരു ക്ലാസ്. താങ്ക് യു. താങ്ക് യു ദിവ്യ മാം. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടോ? അസ്ലം പറഞ്ഞോളൂ. അസ്ലം. ഇതിൽ അത് പറയാനില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ പ്രീതാമയം പറഞ്ഞുകൊണ്ട് അനുബന്ധിച്ചിട്ട്. കാരണം ഇപ്പത്തെ തൊഴിലില്ലാത്ത പിള്ളേര് വരെ പിന്നെ ഒരു വരുമാനം ഇല്ലാത്ത ആളുകൾ വരെ ഐഫോൺ 60,000 1 ലക്ഷം രൂപയുടെ ഐഫോൺ, അതുപോലെ വണ്ടിയൊക്കെ എടുക്കുക. കാരണം ഒരു ആധാർ കാർഡ് മാത്രം കൊടുത്താൽ 18 വയസ്സായ ആധാർ കാർഡ് കിട്ടി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ കൊടുക്കുക. പക്ഷെ നമ്മളെ മക്കളൊക്കെ ട്രാപ്പിൽ പെടാതിരിക്കാൻ നോക്കുക. കാരണം
അവർ പിന്നെ തെരഞ്ഞു വരിക നമ്മളെ വീട്ടിലേക്കാണ് ഒന്ന്. പിന്നെ ചില ആളുകൾക്ക് അതിന് പോസിറ്റീവ് ഉണ്ട്, കാരണം ഇത് എടുത്തത് കൊണ്ട് ജോലിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ആ പോസിറ്റീവായിട്ട് അങ്ങനെയും കിട്ടുന്നുണ്ട്. ഈ അടവടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വിഭാഗം പിള്ളേരെന്താക്കുക, സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവരും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത് വാങ്ങാം. കാരണം മറ്റുള്ള പണമുള്ള ആളുകൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികൾക്ക് വരെ 1.5 ലക്ഷം റുപ്യന്റെ സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതുവരെ കയ്യിൽ കിടക്കുക. അപ്പൊ അതേപോലെ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ ഈ വലിയ ഫോണൊക്കെ കൊടുക്കുക. അപ്പൊ മറ്റുള്ള ആളുകൾക്കും അത് വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം വരികയാണ്. ഇനി ഇതിന് വേറെ ചെറിയൊരു ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ഇതിനല്ല, ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വലിയ വിലയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാനൊരു 5 വർഷം മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത ആളാണ്. അതായത് ഇപ്പൊ ഒരു വലിയ വിലയുടെ വാഹനം വാങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫോൺ വാങ്ങുകയാണെങ്കിലോ അതിന് വാഹനത്തിനൊക്കെ ടാക്സ് ഉണ്ടാവും, ഇൻഷൂർ ഉണ്ടാവും, വലിയ തുകയായിരിക്കും അത്. പക്ഷെ അത് നമ്മൾ എന്താക്കുക, ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങുക. സെക്കൻഡ് പറഞ്ഞാൽ 5 വർഷമോ 10 വർഷമോ പഴക്കമുള്ളതല്ല, ഒരു 6 മാസം പഴക്കമുള്ളത്, 3 മാസം പഴക്കമുള്ളതൊക്കെ ഉണ്ടാവും. ചില ആളുകളൊക്കെ പെട്ടെന്ന് ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത. അതേപോലെ കാറുകള്, പിന്നെ സ്കൂട്ടർ, അതൊക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഭാഗം പിന്നെ പൈസ നമുക്ക് വണ്ടിയുടെ പണം മാത്രം കൊടുത്താൽ മതി. ടാക്സി, ഇൻഷൂർ ഒക്കെ മറ്റേ അടിച്ചുകൊണ്ട്, അതേപോലെയുള്ള മറ്റു തുകകളും ആ വണ്ടിന്റെ റീസെയിൽ വാല്യൂ 3 മാസത്തിൽ കുറെ പുതിയ മോഡൽ ഇറങ്ങിയത് കൊണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഏതാണ്, നമ്മൾ അറിയാത്ത ആളുകളെ ആ ട്രാപ്പിൽ പോയി വിടരുത്. അഡ്രസ് ഇല്ലാത്ത ചെറിയ കടകളിൽ പോവാതെ നല്ല അഡ്രസ് ഉള്ള വലിയ കടകളിൽ ആ സാധനങ്ങളൊക്കെ കിട്ടും. ഞാനത് ഉപയോഗിച്ച് പരിചയമുള്ള ആളാണ്. നമുക്ക് നല്ലൊരു ലാഭം അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓർമ്മപ്പെടുത്താണ്. ക്ഷമിക്കണം, സമയം അധികരിച്ചു പോയി. താങ്ക് യു ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് നഫൽ സർ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. സോ ഇനി ആരുമില്ലല്ലോ, വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലെ? 35 യെസ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത നഫൽ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. താങ്ക് യു Thank you. താങ്ക് യു. Thank you all. Thank you, Nopal. Thank you.